ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മേരി സ്ട്രീറ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മലബാറിൻ്റെ സ്വന്തം ടേസ്റ്റ് ആയിട്ടുള്ള അവൽ മിൽക്കാണ്. അവൽ മിൽക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, അവലും മിൽക്കും എന്തായാലും വേണം നമുക്ക്. പിന്നെ പഴവും കപ്പലണ്ടിയും കൂടെ എക്സ്ട്രാ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്കിന്. ഡ്രിങ്ക് എന്ന് പറയുന്നതിന് മുമ്പിൽ എനിക്ക് കുറച്ചുകൂടെ പേഴ്സണൽ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേക്ക് ബ്രൗൺ അവലോ വൈറ്റ് അവലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഇത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്ത സംഭവമാണെന്ന് പറയില്ല കേട്ടോ കഴിച്ചാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അവൽ മിൽക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ 6 ചെറിയ പഴം ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഞാലിപ്പൂവൻ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ശരിക്കും നിങ്ങൾ പാളയന്തോടൻ പഴം കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വലിയ പഴമാണ്, റോബസ്റ്റ മാത്രമാണ് കയ്യിലുള്ളെങ്കിൽ അത് വെച്ചിട്ടും ട്രൈ ചെയ്യാം. അന്നേരം ഒരു വലിയ പഴം എടുത്താൽ മതിയോ ഒരു ഗ്ലാസ്സിലേക്ക്. ഇതിപ്പോൾ ചെറിയ പഴം ആയതുകൊണ്ട് 3 പഴം എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ഗ്ലാസ്സാണ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായി ഒന്ന് മാഷ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ 3 കൂടെ ചേർത്ത് നന്നായി ഒന്ന് മാഷ് ചെയ്യുക. ഒരുപാട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഏകദേശം ഈ പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. മിക്സിയുടെ ഇതിലടിക്കൊന്നും ആവശ്യമില്ല, കാരണം ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാകുമ്പോഴാണ് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അവൽ ചേർക്കുവാണ് നമ്മൾ ലെയർ ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് അവലാണ് ചേർക്കുന്നത്, 1 ടേബിൾ സ്പൂൺ. വറുക്കാത്ത പ്ലെയിൻ അവലാണിത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തിട്ട് ചേർക്കാം, ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടോ നെയ്യിൽ വറുത്തിട്ടോ ഒക്കെ ചേർക്കാം. ഇതൊരു ബേസിക് വേർഷനാണിത്. ഇനി കുറച്ച് കപ്പലണ്ടി, ഒരു 1/2 ടേബിൾ സ്പൂൺ വീതം കപ്പലണ്ടി രണ്ടിലും ചേർത്തു. അടുത്ത ലെയർ നമ്മൾ ഫുള്ളായിട്ട് പഴമാണ് ചേർക്കുന്നത്. അപ്പം ഒരു 3 പഴം ഒരു ഗ്ലാസ്സിലേക്ക് എന്ന രീതിയിലാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഈ പഴം ഉടച്ചപ്പോൾ നമ്മൾ അതിനകത്തേക്ക് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. ഇനിയാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പഴം ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ഗ്ലാസ്സിലേക്ക്. ഇത് ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ഇതനുസരിച്ച് ഉണ്ടാക്കാം. കുറച്ച് മധുരമുള്ളതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഞങ്ങൾ മിക്കവാറും ഡിന്നറിനൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സംഭവമാണിത്. അന്നേരം പഞ്ചസാര ഇത്തിരി കുറച്ചിട്ട് ചിലപ്പോൾ റോബസ്റ്റ് പഴത്തിലായിരിക്കും ഉണ്ടാക്കുക. നല്ല ഫില്ലിംഗ് ആണല്ലോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വീതം കപ്പലണ്ടി ചേർത്ത് കൊടുത്തു. റോസ്റ്റ് ആയിട്ടുള്ള കപ്പലണ്ടി തൊലി കളഞ്ഞതാണ് കേട്ടോ. ഇനി അതിലേക്ക് ബാക്കി അവൽ വെച്ചിട്ട് ഫില്ല് ചെയ്യണം നമ്മൾ. ഇനി പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ പ്രോസസ്സ് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഐസ്ക്രീം ചേർക്കാം, ബൂസ്റ്റോ ഹോർലിക്സോ അങ്ങനെയൊക്കെ ചേർക്കാം. ഇതെന്ന് പറഞ്ഞാൽ നല്ല ബേസിക് വേർഷനാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. കിഡു ടേസ്റ്റാണ്. ഞാൻ ആദ്യം അങ്ങനെ കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ ഹസ്ബൻഡാണ് എനിക്ക് ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കി തരുന്നത്. മലപ്പുറത്താണ്, ഹസ്ബൻഡിൻ്റെ വീട് തിരൂരാണ്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേക ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. പക്ഷെ കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമായി, കാരണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മളിപ്പോൾ ഒരു 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 2 ഗ്ലാസ്സിലേക്കായിട്ട്. അപ്പോൾ ആ പാലും ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടില്ല, അത് തന്നെ അങ്ങ് ഇറങ്ങി വന്നോളും പാല്. അതിനുശേഷം കഴിക്കുമ്പോൾ നമ്മളൊരു വലിയ സ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക. ഇങ്ങനെ താഴേക്ക് കുത്തി ഇതാക്കിയിട്ട് അങ്ങനെയാണ് ഇത് കഴിക്കുക കേട്ടോ. കണ്ടില്ല, ഒരു സ്പൂൺ കൊണ്ട് മൊത്തം അവലും പഴവും കപ്പലണ്ടി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. നമ്മൾ വിചാരിക്കില്ല ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത സംഭവമാണ് ഈ ടേസ്റ്റിൽ കഴിക്കുന്നതെന്ന്. അത്ര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ടെക്സ്ചർ. ഇങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് ഞങ്ങൾക്ക് ഇഷ്ടം കേട്ടോ. ഇനിയിപ്പോൾ പാല് വേണമെങ്കിൽ കൂട്ടി ഉപയോഗിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഈ സിമ്പിൾ ആൻഡ് ഹമ്പിൾ അവൽ മിൽക്ക് റെസിപ്പി എല്ലാവരും ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഞാൻ വിശ്വസിക്കാൻ കേട്ടോ. കാരണം അത്ര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എന്താ പറയുക, നല്ല സിമ്പിളാണ് പക്ഷെ ടേസ്റ്റാണ്. അതാണ് ഡിന്നറായിട്ടൊക്കെ കഴിക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നെക്സ്റ്റ് ടൈം പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.